ഒരു ഫോക്ക് കൂടി നമുക്ക് ഏതെങ്കിലും നോക്കിയാലോ? ഓക്കെ, എന്നോട് വന്നപ്പോൾ കളമ്പാട്ട് പാടുമെന്ന് ചോദിച്ചിരുന്നു. കളമ്പാട്ട് ഈ പറഞ്ഞ മാതിരി കളമ്പാട്ട് എന്ന് പറയുന്ന അനുഷ്ഠാന കലയുടെ ആ ഒരു ലിറിക്സ് എടുത്തിട്ട് നമ്മൾ ഒരു വേർഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു 4 വരി കൂടി പാടാം. വേണം കൂടാം? വേണ്ട, ഒരു കൈ നോക്കൂ, ശരിയാവില്ല, പിന്നെ ആവാം. വരിക തരിക പൊരുവതിനായി വളരെ നാൾ പേശി അരുളിയമ്മതാൻ വരബലം കൊണ്ടോ മതിച്ച നിന്നൂടെ വംശമുഖവേ മുടിപ്പനിന്നു ഞാൻ കുരള പേശാതെ കുറുക നില്ലേടാ കരളറുപ്പേൻ ഞാൻ ഉറച്ചു ധാരിക. അങ്ങനെ പോവത്. അത് കുറെ അത് കാലത്ത് തന്നെ ഇത്തരം ഒരു എനർജിക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഭയങ്കര സുഖമാണ്. സീരിയസ്ലി ഇപ്പോ ഈ സൂര്യോദയം നിതീഷ് പറയുന്ന ഒരു കാര്യം, നമുക്ക് നല്ലൊരു വെൽക്കം സോങ് പാടി അരുൺ സാറിനെ വെൽക്കം ചെയ്യാമെന്നാണ് പറയുന്നത്. ചെയ്യണം. അങ്ങനെ ചെയ്താലും നമുക്ക് എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങ് വിളിക്കുക ചെയ്യും. ഇന്ന് നമുക്കൊരു മ്യൂസിക് ഇൻട്രോ കൊടുക്കാമല്ലേ ഡോക്ടർ? സുദീപിന്റെ ഒരു പാട്ട്, നല്ലൊരു പാട്ട് പാടുകയെങ്കിൽ നമുക്ക് ആ സമയത്ത് പറഞ്ഞങ്ങ് വിളിക്കാം. ഏത് പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ്? സ്വാഗതമല്ലേ വേണ്ടത്? സ്വാഗതം. അപ്പൊ ഞാനിപ്പോ സ്വാഗതം എന്ന വാക്ക് ഓർത്തപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ കലോത്സവ വേദിയിൽ പണ്ട് സംഘഗാനത്തിന് പാടിയൊരു പാട്ടുണ്ട്. അത് ഒരു സ്വാഗതഗാനം കൂടിയാണ്. അത് പാടിക്കൊണ്ട് നമുക്ക് അരുൺ സാറിനെ ആ സമയം അദ്ദേഹം കടന്നു വരുമെന്ന് ഒരു ഇൻട്രോ ആവട്ടെ. നീളയുടെയോളങ്ങൾ തഴുകിയുണർത്തിയ കലയുടെ കമലദളങ്ങളിതാ സ്വാഗതമരുളുന്നു, നിങ്ങൾക്ക് സ്വാഗതമരുളുന്നു. ആ സ്വാഗതം സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം. നല്ലൊരു പ്രഭാതം, നല്ലൊരു സ്വാഗതം അല്ലേ? നല്ല എനർജറ്റിക് ആയ ഒരു പ്രഭാതമായിരുന്നു. ഞാനിങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്, ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് സുദീപിന്റെ ഈ വാക്കുകളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു. ഇവിടെ PJ ചന്ദ്രന്റെ ഒപ്പം ഡ്രൈവറായി പോയതും ആ അനുഭവങ്ങളൊക്കെ ഗംഭീരമാണ്. സൂഫിയും സുജാതയുമാണ് അവസാനം. സൂഫിയും സുജാതയുമായിരുന്നു അല്ല? അതിനുശേഷം ചെയ്തിട്ടുണ്ട് സൂഫിയും സുജാതയിലെ ആ പാട്ടുകളാണ് കോവിഡ് ടൈമിൽ ഇറങ്ങി ഒന്ന് ഏറ്റവും ഹിറ്റ് ആയത് അല്ലേ സുദീപ്? സുദീപിനെ ആളുകൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയതൊക്കെ സൂഫി സുജാതയിലെ ആ പാട്ട് അൽഹംദുലില്ലാ. ഓക്കെ, മനോഹരമായ വൈബ്രന്റ് ആയ ഒരു പ്രഭാതം ആ പ്രേക്ഷകർക്ക് കൊടുത്തു സുദീപ്. സുദീപ് ഇപ്പൊ എവിടെ താമസിക്കുന്നത്? പെരിന്തൽമണ്ണയിലാണ്. പിന്നെ വർക്കൊക്കെ ആയിട്ട് എറണാകുളത്തും തൃശ്ശൂരൊക്കെ ആയിട്ട് മൊത്തത്തിലുണ്ട്. യാത്രയൊക്കെ ഉണ്ടോ? യാത്ര ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ലൈവ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രകളാണ്. ഓക്കെ. റോഷി ഗംഭീരമായി സുദീപിനെ കൊണ്ടുവന്നതിനൊരു പ്രത്യേക താങ്ക്സ്. ഞാനിങ്ങനെ റോഷിനോട് പറയേണ്ടിയിരിക്കുന്നു, നമ്മൾ സുദീപിനെ ഒന്ന് കൊണ്ടുവരണം. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിരുന്നു. അന്ന് താങ്കൾ അപ്പൊ ഇന്ന് കാണാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ പറ്റും. സ്ഥിരം കാണാറുണ്ട്, എന്നും കാണുന്ന മുഖമാണ്. അപ്പൊ ഒരുപാട് വാർത്തകളും ഉണ്ട് അല്ലേ? ഒരുപാട് വാർത്തകൾ. അതെ, ഓക്കെ. അപ്പൊ സുദീപ്, ഞങ്ങളിന്റെ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ വാർത്തയും സംഗീതവും, അതാണ് റോഷനിയുടെയും വെങ്കിടിയുടെയും ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത. ഒരുപാട് യുവ ഗായകരെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു, അവർക്കറിയാവുന്ന ഗായകരെത്തി. വാർത്തയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ സുദീപ്? സ്ഥിരമായി റിപ്പോർട്ടറിന്റെ ഒരു പ്രേക്ഷകനാണ്. അത് കേട്ടാൽ താങ്ക് യു സുദീപ്.